കോഴിക്കോട് സർവീസ് ഫയറിൽ നിന്നും ഷോക്ക് കിറ്റ് യുവാവിന് ദാരുണാന്ത്യം. കുറ്റിക്കാട്ടൂർ സ്വദേശി മുഹമ്മദ് റിജാസാണ് മരിച്ചത്. കെ.എസ്.ഇ.ബി ജീവനക്കാരുടെ അനാസ്ഥയാണ് മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ പ്രതികരിച്ചു. കെ.എസ്.ഇ.ബി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. മഴ നനയാതിരിക്കാൻ കടവരാന്തയിൽ കയറിയ കുറ്റിക്കാട്ടൂർ സ്വദേശി മുഹമ്മദ് റിജാസ് എന്ന 19-കാരനാണ് ദാരുണാന്ത്യം. കടയിൽ ഇരുമ്പുതൂണിൽ പിടിച്ച റിജാസ് തെറിച്ച് നിലത്തേക്ക് വീണു. ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ CPR നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് അപകടം. കെ.എസ്.ഇ.ബിയുടെ അനാസ്ഥയെന്ന് ബന്ധുക്കൾ കുറ്റപ്പെടുത്തി. കെ.എസ്.ഇ.ബിയുടെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായ അനാസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കെ.എസ്.ഇ.ബിന്ന് ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ഇവിടെ കൃത്യമായിട്ട് ഇവിടെ എർത്തുള്ളത് ഷോക്ക് അടിക്കുന്നത് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞതാണ്. വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ന്യായീകരണങ്ങൾ ഉണ്ടാകാം. ഒരുപാട് മഴയാണ്, ഒരുപാട് സ്ഥലത്ത് മരങ്ങൾ പൊട്ടി വീഴുന്നു. എങ്കിലും ഇവിടെ ഒരു ഷോക്ക് അടിക്കുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് ഡിസ്കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. സർവീസ് വയറിലെ ലീക്കേജ് കഴിഞ്ഞ 18-ന് രാത്രി തന്നെ കടയുടമ കെ.എസ്.ഇ.ബി ഉദ്യോഗസ്ഥരെ വിളിച്ച് അറിയിക്കുകയും 19-ന് രാവിലെ പരാതി നൽകുകയും ചെയ്തു. പക്ഷേ നടപടി ഉണ്ടായില്ല. ഇന്നലെ രാത്രി മറ്റൊരാൾക്കും ഷോക്കേറ്റു. വിളിച്ചിട്ട് ഒരു 8 പ്രാവശ്യത്തോളം വിളിച്ചില്ല. പക്ഷേ കെ.എസ്.ഇ.ബിന്ന് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് 18-ാം തീയതി രാവിലെ വീണ്ടും വിളിച്ചു. അതിന് ശേഷം ഇന്നലെ കെ.എസ്.ഇ.ബിയിൽ നിന്ന് 19-ാം തീയതി രാവിലെ 11 മണിക്ക് ഇവിടെ ആളെത്തി. ഉടനെ ആളെ പറഞ്ഞേക്കാന്ന് പറഞ്ഞാൽ അവർ പോയിട്ടുള്ളതാണ്. പിന്നെ ആളെ പറഞ്ഞു വെച്ചിട്ടില്ല. അപകടത്തിന് തൊട്ടു പിന്നാലെ രാത്രിയിൽ തന്നെ കെ.എസ്.ഇ.ബി ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു. കെ.എസ്.ഇയുടെ അനാസ്ഥയ്ക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. വൈദ്യുതി ലൈനോട് ചേർന്ന് കിടക്കുന്ന മരച്ചില്ലകൾ മഴക്കാലത്തിന് മുമ്പായി വെട്ടിമാറ്റാറുണ്ടെങ്കിലും ഇവിടെ നടന്നിട്ടില്ല. റിപ്പോർട്ടർ, കോഴിക്കോട്.